പാലക്കാട് കോൺഗ്രസിൽ വീണ്ടും കൊഴിഞ്ഞുപോക്ക്. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരി CPM-ൽ ചേരും. വെള്ളിനേഴി സ്വദേശിയായ കൃഷ്ണകുമാരി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും. പാലക്കാട്ട് നിന്ന് ശ്രീജിത്ത്, ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ പ്രധാനപ്പെട്ട ജില്ലയിലെ ഒരു വനിതാ നേതാവ് കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുന്നു അല്ലേ? തീർച്ചയായും വിജയകുമാർ, അവരിപ്പോൾ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനൊപ്പം വാർത്താ സമ്മേളനം നടത്തുകയാണ്. മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി മാത്രമായിരുന്നില്ല OP കൃഷ്ണകുമാരി. അവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ശ്രീകൃഷ്ണപുരത്തെ. ഇതുകൂടാതെ 3 തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 3 വാർഡുകളിൽ വ്യത്യസ്ത വാർഡുകളിൽ CPM-നെതിരെ മത്സരിച്ചിട്ടുണ്ട്. CPM-നെതിരെ ആശയപ്രചരണം നടത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു മുഖം തന്നെയായിരുന്നു ചെർപ്പളശ്ശേരി ശ്രീകൃഷ്ണപുരം പൂക്കോട്ടുകാവ് മേഖലയിലെ കൃഷ്ണകുമാരി. എന്തായാലും കൃഷ്ണകുമാരി ഈ മാസം 1-ാം തീയതി രാജിവെച്ചിരുന്നു. മണ്ഡലം കൺവെൻഷൻ അടക്കം തന്നെ ക്ഷണിച്ചില്ല, തന്നെ വിളിച്ചില്ല. കൃത്യമായ അവഗണനയാണ് ഒരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഇതിൽ നിരവധി തവണ നേതൃത്വത്തോട് പരാതി പറഞ്ഞു, രേഖാമൂലം പരാതി നൽകി. പക്ഷേ അപ്പോഴൊന്നും യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടായില്ല എന്ന് കൃഷ്ണകുമാരി പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബാങ്കിൽ, കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സഹകരണ ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു. 1-ാം തീയതി ആ സ്ഥിരമായിട്ടുണ്ടായിരുന്ന ജോലി രാജിവെച്ചു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ രാജി വെച്ചതിന് ശേഷം വീണ്ടും അവർ പാർട്ടിയിലേക്ക് CPM-നോടൊപ്പം ചേരുകയായിരുന്നു. എന്തായാലും ആ വാർത്താ സമ്മേളനം തുടരുകയാണ്. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജില്ലാ സെക്രട്ടറി കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞു വെക്കുന്നത് സ്വാഭാവികമായി BJP-യിൽ നിന്നും കോൺഗ്രസിൽ നിന്നും കൂടുതൽ ആളുകൾ ഇനിയും പാർട്ടിയിലേക്ക് വരുമെന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്. യെസ്, കോൺഗ്രസ് BJP ഒത്തുകളി എന്ന ആരോപണമൊക്കെ ഉയർത്തിക്കൊണ്ടാണ് ഒരു ജില്ലയിലെ വനിതാ നേതാവ് കോൺഗ്രസിൽ നിന്നിറങ്ങി CPM-മായി സഹകരിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്.